വേടനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയിലേക്ക്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഹൈക്കോടതിയിൽ ഹർജി നൽകുക. എസ് രാഗൻ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗൻ, ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആ യുവ ഡോക്ടറെ ക്രൂശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായും വേടനെ പോലെ സമൂഹത്തിൽ ഇത്രയധികം ആരാധകരുള്ള ഈ ഘട്ടത്തിൽ സമൂഹത്തിൽ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെ പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ആ അതിജീവിതം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ കേസ് അല്ലെങ്കിൽ പരാതി കൊടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്താൻ അത് തപ്പിപ്പോകാനുള്ള ത്വര പല ആളുകളിലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു നീക്കം? തീർച്ചയായും സ്വകാര്യത ഉറപ്പുവരുത്തണം എന്ന ഒരു ആവശ്യം ഇതിന്റെ ഭാഗമായി തന്നെയുണ്ട്. അത് നിയമപ്രകാരം തന്നെ സംരക്ഷിച്ച് കിട്ടേണ്ടതുമാണ്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളടക്കം നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം. ഈ പരാതിക്കാരിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കും സംരക്ഷണം തേടിക്കൊണ്ട്. ഇതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പുതിയ പരാതിയും, അതായത് ഈ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് നൽകും എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നതിന് ശേഷം പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പരാതിയിലെ കൂടുതൽ വിശദാംശങ്ങളടക്കം പല ഇടങ്ങളിലും, പല മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പല ഇടങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. കൂടാതെ വലിയ സമ്മർദ്ദം പരാതിക്കാരി ഇതിന്റെ ഭാഗമായി തന്നെ നേരിടുന്നുണ്ട്. സ്വകാര്യത സംരക്ഷിക്കണം. കൂടാതെ മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ പലരും അവരെ ബന്ധപ്പെടാൻ